പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്ന് നമ്മളൊരു ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2025 നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ എക്സാം നടന്നത് 21/5/2025 21/5/2025. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. രണ്ടാമത്തെ ചോദ്യം, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കാനാണ് ചോദ്യം. ഒന്ന് നമുക്കറിയാം, ആറ്റിങ്ങൽ കലാപമാണ് നമ്മൾ എന്താണ് പറയുന്നത്, ഒന്നായിട്ട് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞതിന് ശേഷമാണ് ഏത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അതിനുശേഷം ഏതാണ് നടക്കുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നു. ഏറ്റവും അവസാനമാണ് ഏത് നടക്കുന്നത്? കുണ്ടറ വിളംബരം നടക്കുന്നത് എത്രാമതാണ്? 4ാമതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻസിൽ രണ്ടാമത് വരും അല്ലെ. അപ്പൊ 2 ഏതാ വരുന്നത്? 2 വരുന്നത് ഓപ്ഷൻ സി വരുന്നുണ്ട് അല്ലെ. 2. അതിനുശേഷം ഏതാ വരുന്നത്? അതിനുശേഷം വരുന്നത് ഏതാ? 1. അതിനുശേഷം വരുന്നത് 1 ആണ്. പിന്നെ 3 വരുന്നു. ഏറ്റവും അവസാനം 4 വരുന്നു. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നാം ലോക മഹായുദ്ധം. ഓക്കെ അല്ലേ? രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബിയില് അച്ചുതണ്ടു ശക്തികളുമായിട്ടും സഖ്യശക്തികളുമായിട്ടും ബന്ധപ്പെട്ടതാണ് രണ്ടാം ലോക മഹായുദ്ധം. ഓക്കെ അല്ലേ? മൂന്നാമത്തത് ഏതാണ്? ഹിറ്റ്ലർ ആണല്ലേ. ഹിറ്റ്ലർ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തവിട്ട് കുപ്പായക്കാരുമായിട്ടാണ് ഹിറ്റ്ലർ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് ആരാണ്? ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കരിങ്കുപ്പായക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തതും മറ്റൊരു ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചേരുംപടി ചേർക്കേണ്ടത്. നമുക്കറിയാം, മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട പത്രമാണ് ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത്. രണ്ടാമത് ആരാണ്? രണ്ടാമത് എന്താണ്? കേസരി മറാത്ത എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാലഗംഗാധര തിലകുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാലഗംഗാധര തിലകുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലെ? മൂന്നാമത്തത് കോമൺവീൽ എന്നുള്ളതാണ് അല്ലെ. കോമൺവീൽ എന്ന് പറയുന്ന പത്രം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മിസിസ് ആനി ബെസന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോമൺവീൽ എന്ന് പറയുന്നത് ആനി ബെസന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യങ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് യങ് ഇന്ത്യ. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് ഓപ്ഷൻ ആണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അഞ്ചാമത്തതും എന്ത് തന്നെയാണ്? ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓരോ പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളുമാണ് നമ്മുടെ ചേരുംപടി ചേർക്കേണ്ടത്. നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭഗത് സിംഗ്. ഓക്കെ. 2, ഗദ്ദർ പാർട്ടി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലാലാ ഹർദയാലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗദ്ദർ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റാഷ് ബിഹാരി ബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത്. നാലാമത് ആരാ? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ നമ്മൾ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ?
അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണുള്ളത്? ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ആരാണ്? ധനകാര്യമന്ത്രിയാണ് അല്ലെ. അപ്പൊ ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ് ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ഉള്ളത്, നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ് പ്രാദേശിക വാദം? മാംഗോ ഷവർ ആണ്. ഏതാണ്? മാംഗോ ഷവർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് ഏത്? മാംഗോ ഷവർ എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിനകത്ത് ഇത് PSC ഒഴിവാക്കിയ ചോദ്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പെരിഹീലിയൻ ദിനം എന്ന് പറയുന്നത് ജനുവരി 3 വരേണ്ടത്. എന്നാൽ 2025 ജനുവരി 3 അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്തൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. 9ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നദികളുടെ ഉത്ഭവ പ്രദേശം എന്ന് പറയുന്നു. ശരിയാണ്. ഏതാണ്? ഉത്തരപർവ്വത മേഖലയുടെ കാര്യമാണ്. നദികളുടെ ഉത്ഭവ പ്രദേശം എന്ന് പറയുന്നു. ശരിയാണ്. പിന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു എന്ന് പറയുന്നു. ശരിയാണ്. ഉഷ്ണകാലത്ത് തെക്കു നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്ന് പറയുന്നു. തെറ്റാണ്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ശരിയാണ്. അപ്പോൾ ബന്ധം ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. എന്ത് തിരഞ്ഞെടുക്കാനാണ്? തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ശരിയാണ്. ധാരാളം അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കു കിഴക്കൻ പീഠഭൂമി, പ്രദേശം, മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ശരിയാണ്. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ തെറ്റായത് ഏതാണ്? ചോദ്യം പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 11. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നമുക്കറിയാം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് ഏത് ജലപാതയാണ്? ദേശീയ ജലപാത 3 ആണ്. NW3 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. എന്താണ് ചോദ്യം? എന്താണ്? മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയമാണ് ഏത് നയം? സ്വകാര്യവൽക്കരണം. എന്താണ്? സ്വകാര്യവൽക്കരണം. ഓക്കെ അല്ലേ? 15. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ആരാണ്? ദാദാഭായ് നവറോജി. ഓക്കെ അല്ലേ? 16. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗാണ്. എന്താണ്? നീതി ആയോഗാണ്. അടുത്ത ചോദ്യം, ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? എന്താണ്? ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിലാണ് പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം
തൃതീയ മേഖല. ഏതാണ്? തൃതീയ മേഖല. 18 നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ശരിയാണ്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നു. ശരിയാണ്. ഒരു ഖാരിഫ് വിളയാണ് എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ നമുക്ക് പറയാം എല്ലാം ശരിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണെന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 1 ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അത് ശരിയാണ്. 2 ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്ന് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് 1 ശരി, 2 ശരി, 3 ശരി. ഏത് തെറ്റ്? 4 തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിലാണ് പറയുന്നത് പ്രസ്താവന 1, 2, 3 ശരിയാണ്. ഏത് തെറ്റാണ് എന്ന് പറയുന്നു? ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി 4ാമത്തത് തെറ്റാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 20ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 21ാമത്തെ ചോദ്യം, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ്? മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് 1928. അടുത്ത ചോദ്യം, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. രാഷ്ട്രത്തലവന്റെ അധികാരം ജനാധിപത്യ ഭരണഘടനയിൽ ഉള്ളതാണ്. രാഷ്ട്രത്തലവന്റെ പേര് ഇല്ലാത്തതാണ്. രാഷ്ട്രത്തിന്റെ പേര് ഉള്ളതാണ്. നിയമനിർമ്മാണ സഭയുടെ പേര് ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ഇല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ് ഓപ്ഷൻ ബി പറയുന്നത്? രാഷ്ട്രത്തലവന്റെ പേര് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? എന്താണ്? വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രാമത്തെ അനുച്ഛേദമാണ്? 40ാമത്തെ ഭരണഘടനാ അനുച്ഛേദമാണ്. അടുത്ത ചോദ്യം 24, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എന്താണ്? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ലോർഡ് റിപ്പൺ പ്രഭു. അടുത്ത ചോദ്യം, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 26, 3ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? എന്താണ്? 3ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണെന്ന് നോക്കാം. 1 സുരക്ഷാ സമിതിയിൽ പ്രധാനമന്ത്രി അംഗമാണ്. സാമ്പത്തിക കാര്യ സമിതിയിൽ പ്രധാനമന്ത്രി അംഗമാണ്. നിക്ഷേപ വളർച്ചാ സമിതിയിൽ പ്രധാനമന്ത്രി അംഗമാണ്. പാർലമെന്ററി കാര്യ സമിതിയിൽ ആരംഗമല്ല? പ്രധാനമന്ത്രി അംഗം അല്ല. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 27ാമത്തെ ചോദ്യം, തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്ന് പറയുന്നു.
തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 28. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ശരിയാണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. ശരിയാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. അതെന്താണ്? അത് തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. 1ഉം 2ഉം വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബിയിലാണ് 1ഉം 2ഉം വരുന്നത്. ഓക്കെ അല്ലേ? 29. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1 കൃഷിയും പോലീസും. ശരിയാണ്. ജയിലും തദ്ദേശ ഗവൺമെന്റും. ശരിയാണ്. വിദ്യാഭ്യാസവും വനവും. അതെന്തല്ല? എന്തിൽ വരത്തില്ല? സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതല്ല. അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1ഉം 2ഉം വരുന്നത് കൊണ്ട് ഓപ്ഷൻ എ ഓൺലി 1 and 2 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യമാണ്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1 പി സതീദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. ശരിയാണ്. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. ശരിയാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഓൾ ഓഫ് ദ എബോ 1 2 3 എന്ന് പറയുന്നതാണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 31. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 1 പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. എന്താണ്? ശരിയാണ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ് എന്ന് പറയുന്നു. ശരിയാണ്. പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ് എന്ന് പറയുന്നു. എന്താണ്? ശരിയല്ല, തെറ്റാണ്. അപ്പൊ നമ്മൾ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 1ഉം 2ഉമാണ്. ഓപ്ഷൻ 1ഉം 2ഉമാണ് നമ്മുടെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഓൺലി 1 and 2 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? 32. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ചോദ്യം. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. ശരിയാണ്. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളമാണ് എന്ന് പറയുന്നു. തെറ്റാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരിയായിട്ട് വരുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി ഓൺലി 1 and 3 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 1 and 3. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 33. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ്. ശരിയാണ്. ഓക്കെ. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് എന്ന് പറയുന്നു. ശരിയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. എന്താണ്? തെറ്റാണ്. അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. 1ഉം 2ഉം വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഓൺലി 1 and 2 വരുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 34. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എന്താണ്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഉത്തരം എപ്പിഗ്ലോട്ടിസ്. ഉത്തരം എപ്പിഗ്ലോട്ടിസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹീമോഫീലിയാണ്. ഏതാണ്? ഹീമോഫീലിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. രോഗാണുവും രോഗവും. ലെപ്റ്റോസ്പൈറ തന്നിരിക്കുന്നത് ക്ഷയരോഗമാണ്. തെറ്റ്. HIV ഡിഫ്തീരിയ എന്ന് തന്നിരിക്കുന്നു. തെറ്റ്. മൈക്രോ ബാക്ടീരിയം എയ്ഡ്സ് എന്ന് തന്നിരിക്കുന്നു. തെറ്റ്. പിന്നെ ഫൈലേറിയൻ വിര എന്ന് പറയുന്നത് മന്ത് എന്ന് തന്നിരിക്കുന്നു. അതെന്താണ്? ശരിയായ ജോഡിയാണ്. ഫൈലേറിയൻ വിര മന്ത്.
37. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ബെർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? മേഘാലയയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മേഘാലയയിലാണ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാട്ട് പട്ടണം, മേഘാലയ. അടുത്ത ചോദ്യം 38. മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. 2. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതില് ശരിയും തെറ്റും കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ആദ്യമേ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ എന്താണ്? തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 ശരി, 2 എന്താണ്? തെറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 39ാമത്തെ ചോദ്യം. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? എന്താണ്? പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം എന്താണ്? ചിത്രശലഭമാണ്. എന്താണ്? ചിത്രശലഭമാണ് ചിന്നത്തവിടനും ചെമ്പൻ, വെള്ളിവരയനും പളനിപ്പൊട്ടനും. ഓക്കെ. 40. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ് എന്ന് പറയുന്നു. ഓക്കെ. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണെന്ന് പറയുന്നു. ഇതെന്താണ്? ഇതിൽ ഏത് ശരി ഏത് തെറ്റാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. ശരിയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് എന്ന് പറയുന്നതും എന്താണ്? ശരി തന്നെയാണോ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 41ാമത്തെ ചോദ്യം. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. സുക്രോസ്, കരിമ്പ്. സുക്രോസ് എന്താണ്? കരിമ്പാണ്. ഓക്കെ, അത് ശരിയാണ്. പിന്നെ വിറ്റമിൻ എണ്ണക്കുരുക്കൾ എന്ന് തന്നിരിക്കുന്നു, അത് തെറ്റാണ്. പിന്നെ മാംസ്യം പയറുവർഗ്ഗങ്ങൾ തന്നിരിക്കുന്നു, ശരിയാണ്. ധാന്യങ്ങൾ എന്ന് പറയുന്നത് കൊഴുപ്പുമായിട്ട് തന്നിരിക്കുന്നു, തെറ്റാണ്. അപ്പോൾ നമ്മുടെ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് നമ്മുടെ ശരിയായ ജോഡികളായിട്ട് വരുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 ശരി, 3 ശരി, 1 ശരിയും 3 ശരിയും എന്നുള്ളതാണ് നമ്മുടെ എന്താണ് ശരിയായ ജോഡികളായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 42. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നീലയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശം നീലയുണ്ട്, പച്ച തന്നിട്ടുണ്ട്, ചുവപ്പ്, മഞ്ഞ. ഇതിൽ നീലയാണ് ഏതാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശം. 43. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. എന്താണ്? മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം കുറഞ്ഞ മർദ്ദം, കുറഞ്ഞ താപനില, ഉയർന്ന താപനില, ഉയർന്ന മർദ്ദം. ഇത് PSC ഒഴിവാക്കിയ ഒരു ചോദ്യമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത ചോദ്യം 44. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിബിംബമാണ്? അത് മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നു. മിഥ്യാ പ്രതിബിംബമാണ് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബം, മിഥ്യാ പ്രതിബിംബം. 45. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നാസ. ഉത്തരം നാസയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 46. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? എന്താണ്? ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഏതാണ്? ചൈനയാണ് ഉത്തരമായിട്ട് വരുന്നത്. 47. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിതമാസ വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം വർദ്ധിക്കുന്നു. അടുത്ത ചോദ്യം 48.
48ാമത്തെ ചോദ്യം എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? രാസമാറ്റത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. രാസമാറ്റമാണ് കെമിക്കൽ ചേഞ്ച്. ഐസ് ഉരുകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, ജലം തിളയ്ക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ഏതിന് ഉദാഹരണം? രാസമാറ്റത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നു. 49 ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ഏത് റേഞ്ചിലുള്ളതാണ് pH ആസിഡ് എന്ന് പറയുന്നത്? pH 0 മുതൽ 7 വരെ, 0 മുതൽ 7 വരെയുള്ളതാണ് ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് കാണിക്കുന്നത്. 7 മുതൽ 14 വരെയുള്ളത് ബേസിക് സ്വഭാവം കാണിക്കുന്നു. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ സ്വഭാവമാണ് കാണിക്കുന്നത്. 50 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം പെഗ്ഗി വിറ്റ്സൺ ആണ്. ഉത്തരം പെഗ്ഗി വിറ്റ്സൺ ആണ്. 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിറ്റ്സൺ ആണ്. 51 കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. 52 രാമായണം ആട്ടക്കഥ രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് രാമായണം ആട്ടക്കഥ രചിച്ചത്. കൊട്ടാരക്കര തമ്പുരാൻ. 53 കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥ് ആണ്. ആരാണ്? ഗുരു ഗോപിനാഥ് ആണ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്, ഗുരു ഗോപിനാഥ്. 54 പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? PT ഉഷയാണ്. ആരാണ്? PT ഉഷ. 55ാമത്തെ ചോദ്യം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഏതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ആറ്റുകാൽ ക്ഷേത്രമാണ്. ആറ്റുകാൽ ക്ഷേത്രം. 56 ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. 57 കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആരാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? വി സുനിൽകുമാറാണ്. വി സുനിൽകുമാറാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ. 58 ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. എന്താണ്? ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. 59 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റ്. റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറി ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. MICR എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറയുന്നു. ശരിയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നു. തെറ്റാണ്. നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2, 3, 4. 2, 3, 4 വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 2, 3, 4. അടുത്തത് 60ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കീ ആണ് Ctrl+M എന്ന് പറയുന്നത്. ശരിയാണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണ് ഉള്ളത്. ശരിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ശരിയാണ് അല്ലെ? പിന്നെ ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ് ആവറേജ് എന്നുള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? 1, 2, 3, 4, 5 വരുന്നത് കൊണ്ട് ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് പറയുന്നത്. 61 2023 ജൂണിലെ കണക്കനുസരിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? ഉത്തരം ഐരാവത്.
62. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് എന്താണ്? കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഉത്തരം ഇക്യൂബ് എന്നാണ്. ഉത്തരം ഇക്യൂബ്. ഓക്കെ. 63ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം. ക്രാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 2, ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതാണ് എന്ന് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതിനാണ് എന്താണ്? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സൈബർ ടെററിസം എന്ന് പറഞ്ഞാലോ? ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനത്തിനാണ് എന്തെന്ന് പറയുന്നത്? സൈബർ ടെററിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മാച്ച് ചെയ്യുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ മാച്ച് ചെയ്യുന്ന ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 64ാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരി. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അപ്പോൾ അവകാശങ്ങളിൽ പെടാത്തത് എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 65ാമത്തെ ചോദ്യം നോക്കാം. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? എന്താണ്? ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഉത്തരം പ്രൊട്ടക്ഷൻ ഓഫീസർ. ഉത്തരം പ്രൊട്ടക്ഷൻ ഓഫീസർ. ഓക്കെ. 66ാമത്തെ ചോദ്യം, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്? ഉത്തരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും എന്നുള്ളതാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന. 67. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയല്ലാത്ത ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. ശരിയാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല. തെറ്റാണ്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. 68. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 69. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മായ അല്ലെ? അപ്പൊ മധ്യപ്രദേശിലാണ് മാധവ്
നാഷണൽ പാർക്ക്, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 70ാമത്തെ ചോദ്യം. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത് എന്നുള്ളതാണ് ചോദ്യം. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ഉത്തരം ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത് അതിൽ പെടുന്നതാണ്, ലിംഗസമത്വം പെടുന്നതാണ്, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് അല്ലെ. അപ്പോൾ എയും ബിയും സിയും ഉൾക്കൊള്ളുന്നത് കൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3, ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു 70 ചോദ്യങ്ങളായിരുന്നു സെക്രട്ടേറിയറ്റ് OAക്കകത്ത് ചോദിച്ച GK ചോദ്യങ്ങൾ. നമുക്കിനി മലയാളം ചോദ്യങ്ങളിലേക്ക് കടക്കാം. മലയാളത്തിലെ ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കുക. പാടവം ശരിയാണ്, അതിർത്തി ശരിയാണ്, പഠിതാവ് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. വ്യവസ്ഥ, സൃഷ്ടാവ്, ഹാർദം ഇതിനകത്ത് തെറ്റുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ശൃംഖല, നിഷ്ഠ, യഥാതഥം ഉത്തരം എന്താണ്? ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ? 1ഉം 3ഉം ആണ് അല്ലെ. 1ഉം 3ഉം ശരിയായിട്ട് വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, 92 അല്ലെങ്കിൽ രണ്ടാമത്തെ മലയാളം ചോദ്യം. മഹോന്നതം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? മഹാ പ്ലസ് ഉന്നതമാണ് എന്ത്? മഹോന്നതം. മഹാ പ്ലസ് ഉന്നതം, മഹോന്നതം. 93 ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ട പദത്തിന്റെ വിപരീത പദം. സ്വാധീനത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് എന്താണ്? പരാധീനമാണ്. എന്താണ് സ്വാധീനത്തിന്റെ വിപരീതം? പരാധീനം. അടുത്ത ചോദ്യം, മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? ഭൂമിയാണ്. ഏതാണ്? ഭൂമിയാണ്. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഭൂമി. 5 വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? വിലക്കിയില്ല. എന്താണ്? വിലക്കി പ്ലസ് ഇല്ല, വിലക്കിയില്ല. 96 തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? അത് തെറ്റാണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു ശരിയാണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ളത് വാക്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള വാക്യമായിട്ട് വരുന്നത്. 97ാമത്തെ ചോദ്യം എന്താ? ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷകൻ എന്താണ്? രക്ഷിക ശരിയാണ്. പിന്നെ സ്വാമിജി എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. കാന്ത എന്ന് തന്നിരിക്കുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 1ഉം 3ഉം. 98 ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ ആരാണ്? പ്രേക്ഷകനാണ്. ആരാണ്? പ്രേക്ഷകനാണ് കാണുന്നയാൾ. പ്രേക്ഷകൻ. ഓക്കെ. 99 ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എന്താ വരുന്നത്? പ്രാദേശികാധിപത്യം. എന്താണ്? പ്രാദേശിക ആധിപത്യം. ടെറിട്ടോറിയൽ ഡോമിനേഷൻ, പ്രാദേശികാധിപത്യം. 100ാമത്തെ ചോദ്യം നോക്കാം, അല്ലെങ്കിൽ മലയാളത്തിൽ 10ാമത്തെ ചോദ്യം നോക്കാം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? എന്താണ്? കടന്നൽക്കൂട്ടിൽ കല്ലെറിയരുത് എന്നുള്ളതല്ല. ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് എന്നുള്ളതല്ല. ഉണ്ട ചോറിൽ കല്ലിടരുത് എന്ന് പറയുന്നത് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നുള്ളത് പഴഞ്ചൊല്ലുമായിട്ട് അർത്ഥം വരുന്നു. കനൽക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നുള്ളതും അല്ല. നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഉണ്ട ചോറിൽ കല്ലിടരുത്, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നുള്ളതിന് സമാന പഴഞ്ചൊല്ലായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു 2025 നടന്ന സെക്രട്ടേറിയറ്റ് OAയിൽ ചോദിച്ച ചോദ്യങ്ങളിൽ GK ചോദ്യവും മലയാളം ചോദ്യവും. ഓക്കെ അല്ലേ? അപ്പം ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം അടുത്ത ചോദ്യ പേപ്പറുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.